അപ്പോൾ നല്ല അടിപൊളി മുരിങ്ങയ്ക്ക തോരൻ. മുരിങ്ങയ്ക്ക ഏത് രീതി വേണമെങ്കിലും തോരൻ വയ്ക്കാം, മുറിച്ചിട്ട് വയ്ക്കാം, ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മുരിങ്ങയ്ക്ക കിട്ടുന്ന സമയത്ത് ഇങ്ങനെയാണ് വയ്ക്കാറ്. ചക്കക്കുരു മുരിങ്ങയ്ക്കയും കൂടെയാണ് സാധാരണ നമ്മൾ വയ്ക്കാറ്. മുട്ടയും ചേർത്ത് വയ്ക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾക്ക് ചോറിനും പിന്നെ ചപ്പാത്തിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയായത്. മുരിങ്ങയ്ക്ക നമ്മൾ പല രീതിയിൽ തോരൻ വയ്ക്കും. നേരെ മുറിച്ചിട്ട് തോരൻ വയ്ക്കും. ഇത് നമ്മൾ വീട്ടിൽ വേറെ ഒരുപാട് മുരിങ്ങയ്ക്ക ഉണ്ടാകുമ്പം വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് പുഴുങ്ങിയിട്ടൊന്നും എടുക്കാറില്ല. നമ്മൾ ഇത് രണ്ടായിട്ട് മുറിക്കും കേട്ടോ. എന്നിട്ട് ഇതിനകത്തെ പിന്നെ മുരിങ്ങയ്ക്കയുടെ പൾപ്പുണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് തോരൻ വയ്ക്കും. നമ്മൾ ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യൽ തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക എനിക്ക് തന്നത് നമ്മുടെ ഈ അടുത്തുള്ള അടുത്ത 2 വീട് അപ്പുറത്തെ പായി ചേച്ചിയാണ് കേട്ടോ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയ്ക്ക ഒക്കെ കൊണ്ടുതരാറുണ്ട്, വാഴയ്ക്ക കൊണ്ടുതരാറുണ്ട്, ഒക്കെ കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മുരിങ്ങയ്ക്ക സ്പെഷ്യൽ തോരനാണ് നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പായി ചേച്ചിക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിക്കുന്നു, കണ്ടല്ലോ. അതിന് ശേഷം ഇത് ഇത്തിരി ഷാർപ്പായിട്ട് ഇവിടെ ഉള്ളൊരു സ്പൂണാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടല്ലോ, ഇങ്ങനെ മുഴുവനും എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്ലീനായിട്ട് മൊത്തം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുക്കണം. അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞാലും മതി കേട്ടോ. ഈ ഒരു വലിപ്പമാകാവുള്ളൂ, നീളമാകാവുള്ളൂ. അപ്പോൾ ഇത് മൊത്തം നമുക്കിതുപോലെ ചുരണ്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവൻ ഇവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി വേണം എടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു പകുതി സവാള ഇവിടെ അരിഞ്ഞിടാൻ, 2 പച്ചമുളകും അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക, അതുപോലെ അമരപ്പയർ, ഇതേപോലെ കുറച്ച് പച്ചക്കറി, ക്യാബേജ്, ഇതൊക്കെ ഒന്ന് കുക്കറിൽ വെച്ച് ഒരൊറ്റ വിസിലിട്ട് വേവിച്ചാൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഗ്യാസ് കളയുകയും വേണ്ട, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഒരു വിസിലിട്ടൊന്ന് വേവിച്ചെടുക്കുക കുക്കറിനകത്ത് വെച്ച്. അത് ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത്. ഇതുപോലെ പച്ചക്കറിയൊക്കെ ആയാലും ഒരു വിസിലിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാം, സമയം ലാഭിക്കാം. അങ്ങനെ ഒത്തിരി നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി വെളുത്തുള്ളി ചതച്ചതുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് തേങ്ങാപ്പീര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കാം. മുളക് മുറിച്ചതും ഇടാം കേട്ടോ. ഇനി ഈ അരപ്പുണ്ടല്ലോ ഒന്ന് റോസ്റ്റ് ചെയ്യല്ല, ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വേവിക്കുക. ചെറുതായിട്ടൊന്ന്, കളറൊന്നും ചേഞ്ച് ചെയ്യണ്ട, ഒന്ന് ചെറുതായിട്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാം കൂടെ മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1-2 മുട്ട ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഭയങ്കര രുചിയായിരിക്കും. മുരിങ്ങ പൂവിൻ്റെ കൂടെ, ഇലയുടെ കൂടെ ഇതുപോലെ നമുക്ക് മുട്ട ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക തോരൻ റെഡി. ചക്കക്കുരു ഇട്ടാണ് മുരിങ്ങയ്ക്ക ഞങ്ങൾ ഇങ്ങനെ വെക്കാറ് കേട്ടോ. മുരിങ്ങയ്ക്ക തന്നെ വെക്കുന്നതിനെക്കാട്ടി ചക്കക്കുരു ഇട്ടാണ് വെക്കാറ്. ചക്കക്കുരു ഇവിടെ എനിക്ക് കിട്ടിയില്ല, ചക്കയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഇട്ടില്ല. ഭയങ്കര വിഷമിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ആംബുലൻസൊന്നും അത് ഇടയ്ക്കൊന്ന് നിർത്തിയത്. അപ്പോൾ ചക്കക്കുരു ഇട്ട് വെക്കണം. ചക്കക്കുരു വേറെ വേവിച്ച് നമ്മൾ മുരിങ്ങയ്ക്കായിൽ ചേർക്കണം. അപ്പോൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി നോക്കണം. അറിയാൻ വയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്